സങ്കീർത്തനം 32:7 നീ എനിക്ക് മറവിടമാകുന്നു. ഈ സങ്കീർത്തനം ഒരു ഉപദേശ സങ്കീർത്തനമാണ്. പാപത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അത് ഒളിച്ചു വെച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും അതേസമയം പാപബോധം ഉണ്ടാകുകയും ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും പാപക്ഷമ ലഭിക്കുകയും ചെയ്യുമ്പോഴുള്ള ആശ്വാസത്തെക്കുറിച്ചും ഈ സങ്കീർത്തനം പറയുന്നു. പാപം ദൈവത്തിൽ നിന്ന് മറച്ചു വെച്ചപ്പോൾ നിത്യമായ ഞരക്കവും അസ്ഥികൾ ക്ഷയിക്കുന്ന സ്ഥിതിയും ശരീരത്തിലെ മജ്ജ വറ്റിപ്പോകുന്ന അവസ്ഥ പോലൊക്കെയും തനിക്കുണ്ടായി എന്ന് ദാവീദ് പറയുന്നു. ദാവീദിൻ്റെ ഹൃദയപരമാർത്ഥതയും ദൈവത്തോടുള്ള ആഴമേറിയ സ്നേഹവുമൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. മാതാപിതാക്കളിൽ നിന്ന് മക്കൾ എന്തെങ്കിലുമൊക്കെ ഒളിച്ചു വെച്ചാൽ അതിനെ മൂടി വയ്ക്കാൻ പിന്നെയും കള്ളം പറയേണ്ടി വരും. യഥാർത്ഥമായും മാതാപിതാക്കളോട് ആത്മാർത്ഥ സ്നേഹമുള്ള മക്കളാണെങ്കിൽ അവർക്ക് അധികനാൾ അത് മറച്ചു വയ്ക്കുവാൻ സാധ്യമല്ല. പാപത്തെക്കുറിച്ച് അനുതപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കുമ്പോൾ ദൈവം ശാന്തമായ ആത്മവിശ്വാസവും വിടുതലും നൽകുന്നു. തൻ്റെ പാപം മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കാത്തവർക്ക് ദൈവസന്നിധിയിൽ ഒരു ഒളിസങ്കേതം ദർശിക്കാം എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാകുന്നു. ദൈവം നമ്മെ മറച്ചാൽ ആർക്കും നമ്മെ കണ്ടെത്തുവാൻ സാധ്യമല്ല. ഒരു ശത്രുവിനോ രോഗത്തിനോ ആപത്തിനോ കഷ്ടതയ്ക്കോ ഒന്നും നമ്മെ കണ്ടെത്തുവാൻ സാധിക്കില്ല. കാരണം നാം മറയപ്പെട്ടിരിക്കുന്ന ഇടം ദൈവസന്നിധിയാണ്. നമ്മെ മറയ്ക്കുക മാത്രമല്ല, നമ്മെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നമ്മെ ചുറ്റും, ദയ കൊണ്ട് നമ്മെ ചുറ്റും, ഉപദേശിച്ചു വഴി നടത്തും, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും എന്നൊക്കെ ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു. നാം ഒന്ന് മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഹൃദയത്തെ അതുപോലെ അപ്പൻ്റെ മുൻപിൽ തുറന്നു കാട്ടിയാൽ മാത്രം മതി. സങ്കീർത്തനം 27:5 അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തുമെന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ നന്മ നമുക്ക് എന്താണ് ലഭിക്കാനുള്ളത്? ഒരു ശത്രുവിനും എത്തിപ്പിടിക്കുവാൻ കഴിയാത്തതുപോലെയുള്ള ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ ഉയർത്തി നിർത്തും. നമ്മുടെ എത്ര വലിയ സ്നേഹിതരോടാണെങ്കിലും നമുക്ക് വിശ്വസിച്ച് പറയുവാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു പരിധിയുണ്ട്. എന്നാൽ വിശ്വസിച്ച് ഹൃദയം തുറക്കുവാൻ, നമ്മുടെ വേദനകളെ പങ്കുവയ്ക്കുവാൻ, നമ്മുടെ നീറ്റലിനെ പറയുവാനൊക്കെ നമുക്ക് കർത്താവാണ് വിശ്വസ്തനായിട്ടുള്ളത്. നമുക്ക് ഒരു മനുഷ്യരൂപത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ ഇല്ല എങ്കിലും നമ്മുടെ ആത്മാവിൻ്റെ കണ്ണുകളുടെ മുൻപിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരാൾ കർത്താവ് മാത്രമാണ്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ പാപങ്ങളെയും ലംഘനങ്ങളെയും ഏറ്റുപറയാം, പാപക്ഷമ പ്രാപിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളുടെ ലംഘനത്തെ ക്ഷമിച്ചും പാപത്തെ മറച്ചും നൽകി ഞങ്ങൾക്കങ്ങ് മറവിടമായിരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.